ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ എല്ലാവരും LDC 2024 വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. എത്രത്തോളം ബെറ്റർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് അത് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നന്നായിട്ട് തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്താണ് നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം എന്താണ്, റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു റിവിഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത വീഡിയോസുകളിലായിട്ട് ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. എന്നിരുന്നാലും നമ്മൾ LDCക്ക് സയൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കറിയാം LDC മെയിൻസിലായിരുന്നു ഈ ഒരു സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വന്നിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇൻക്ലൂഡഡ് ആണ്. 12 മാർക്സാണത് ഈ ഒരു ഏരിയയിൽ നിന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ 12 മാർക്സ് നിസ്സാരമല്ല. നമുക്കറിയാം ബയോളജി 6 മാർക്സാണ്, ഫിസിക്സ് കെമിസ്ട്രി 3 മാർക്സാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ കിട്ടാവുന്ന ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. എനിവേസ് ഇതിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോവുകയാണ്. PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നത്തേൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയാസ് എങ്ങനെയാണ് ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ളത്, ആ ഒരു ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തേൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെറും ചോദ്യോത്തരങ്ങൾ മാത്രമല്ല റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കി. താഴെ തന്നിട്ടുള്ളവയിൽ ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പോൾ ഇങ്ങനൊരു യൂണിറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. അതേതാണെന്നറിയോ? ലൂമനാണ്. അപ്പോൾ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ബാക്കിയുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. വെബർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ് വെബർ എന്ന് പറയുന്നത്. ദെൻ സീമെൻസ് എന്ന് പറയുന്നത് വൈദ്യുത ചാലകത. ഓക്കെ, വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഏരിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നോക്കി, താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടാം വർഗ്ഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം ഏത്? അപ്പോൾ ടൈപ്പിംഗ് എറേഴ്സ് ഉണ്ട് കേട്ടോ, സോറി ഫോർ ദാറ്റ്. അപ്പോൾ എനിവേസ് നമുക്ക് മനസ്സിലായി കാണും എന്താണ് ലിവേഴ്സ് അഥവാ ഉത്തോലകങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിൽ നിങ്ങൾ ചോദ്യപേപ്പറുകൾ നോക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം ഒരിക്കലും ആർക്കും കൺഫ്യൂസിങ് ആകില്ല. ഓക്കെ, അപ്പോൾ ഉത്തോലകം അഥവാ ലിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആർക്കിമിഡീസ് ആണ് കേട്ടോ. അപ്പോൾ നോക്കി, ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കി എന്ത് ചെയ്യാൻ പറ്റണം? യഥേഷ്ടം തിരിയാൻ കഴിയണം അല്ലേ. അപ്പോൾ ഈ ഒരു ബിന്ദു, ആ ഒരു ചലിക്കാൻ ആധാരമാക്കുന്ന ആ ബിന്ദു ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫൾക്രം എന്ന് പറയാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മലയാളമാണല്ലോ ആവശ്യം, ധാരം. ഓക്കെ, ധാരം എന്ന് പറയും. ഇനി നമ്മൾ പ്രയോഗിക്കുന്നൊരു ഫലമുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്, അതാണ് യത്നം. നമ്മൾ യത്നിക്കുക എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ദെൻ ഇനി നമ്മൾ കൊടുക്കുന്ന ആ ഫലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് നമ്മൾ കീഴ്പ്പെടുത്തുന്നൊരു ബലം, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രതിരോധത്തിനെ കീഴ്പ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അതാണ് റെസിസ്റ്റൻസ്. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ എന്ത് പറയും? രോധം, പ്രതിരോധത്തിൻ്റെ രോധം. അതാണ് ഓർക്കാൻ നമ്മൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ 3 പൊസിഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ആ ഒരു ഓർഡറിങ്, ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇത്രയും ഓർഡർ ലിവേഴ്സുകളാണ് ഉള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആ ഒരു പൊസിഷനിങ്ങും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് എളുപ്പമാണ്. ഇപ്പോൾ കോൺസെപ്റ്റ്സ് ഡീറ്റെയിൽ ഇത് പറഞ്ഞു പോകുന്നില്ല. എന്നാലും ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ആ ഒരു പൊസിഷനിങ് ജസ്റ്റ് ഒന്ന് പറയാം എങ്ങനെയാണെന്ന്. ഇതിൽ ഫസ്റ്റത്തതിൻ്റെ ആ ഒരു പൊസിഷനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യത്നത്തിനും രോധത്തിനും നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഒരു എഫേർട്ട് കൊടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയ ഒരു ഔട്ട്പുട്ട്, അതായത് ഒരു റെസിസ്റ്റൻസിന്, അതായത് ഒരു ബലത്തെ നമ്മൾ കീഴ്പ്പെടുത്തി. അതാണ് രോധം, പ്രതിരോധത്തിൻ്റെ രോധം എന്ന് ആലോചിച്ചാൽ മതി. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് എന്ത് വരുന്നു? ഫൾക്രം അഥവാ ധാരം വരുന്നു. ഓക്കെ, ഇതാണ് ആ ഒരു ഓർഡർ. ഇനി അടുത്തതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരത്തിനും, അതായത് ഫൾക്രം എന്ത് ചെയ്തു? അറ്റത്തോട്ട് പോയി. ഓക്കെ, ഫൾക്രം എന്ന് പറയുന്ന ഒരു സംഭവം അറ്റത്തോട്ട് പോയി. എന്നിട്ട് എന്ത് വന്നു? നടുക്ക് ആര് വന്നു എന്നറിയോ? രോധം വന്നു. അതുപോലെ ധാരമല്ല, യത്നം
അറ്റത്തോട്ട് പോയി. ഇതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ എളുപ്പമാണ് കേട്ടോ. അതായത് എക്സാമ്പിൾ വെച്ച് പഠിക്കാനാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അങ്ങനെ വെച്ച് പഠിച്ചാൽ നമുക്ക് ഈ ഒരു പൊസിഷനിങ്ങും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എക്സാമ്പിൾ ആയതുകൊണ്ട് ഏതാണ് അതിൽ വരിക എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അതുകൊണ്ടാണ് ജസ്റ്റ് ആദ്യം ഇതിൻ്റെ പൊസിഷനിങ് എന്ന് പറയാമെന്ന് വെച്ചത്. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും അല്ലാത്ത അടുത്തൊരു കാറ്റഗറി എന്താ, നടുക്ക് ആര് വരണം, യത്നം വരണം അല്ലേ. യത്നം നടുക്ക് വരണം, ബാക്കി രണ്ടുപേരും അറ്റത്ത്, അതായത് ധാരം, രോധം. ഇങ്ങനെയാണ് ആ ഒരു അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമ്മളോട് രണ്ടാം വർഗ്ഗ ഉത്തോലകങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതിന് ഉദാഹരണം ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതെങ്ങനെയാണ്, നമ്മൾ രോധം എന്നുള്ളതാണ് നടുക്ക്, യത്നം അതുപോലെ തന്നെ ധാരം അറ്റത്ത്. ഇതിന് നമ്മൾ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിൻ്റെ ഓരോ ഓർഡർ ലിവേഴ്സിൻ്റെയും എക്സാമ്പിൾ ആദ്യമേ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ സെക്കൻഡ് ഓർഡറിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാരങ്ങ ഞെക്കിയാണ്. ഓക്കെ, നാരങ്ങ ഞെക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണ് കേട്ടോ. ഇതൊന്ന് സങ്കല്പിക്കുക നിങ്ങൾ. അപ്പോൾ ഈ നാരങ്ങ ഞെക്കിയിൽ എന്താണ്, നമ്മൾ ഇവിടെയാണ് എഫേർട്ട് കൊടുക്കുക അല്ലെ, ബലം കൊടുക്കുക. യത്നം ഇവിടെയാണ് വരിക. ഇനി അതിൻ്റെ ആ ഒരു എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഒരു പോയിന്റിനെ, ഒരു ബിന്ദുവിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫൾക്രം എവിടെയാണ്, ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കൽ നമുക്ക് ആ ഒരു കീഴ്പ്പെടുത്തുന്ന ബലം നടുക്കല്ലേ വരുന്നത്. അപ്പോൾ ഇതെന്താണ്, രോധമാണ്. അപ്പോൾ നാരങ്ങ ഞെക്കി എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തൊരു കളറിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓർഡറിന് എക്സാമ്പിൾ ഇപ്പോൾ ജസ്റ്റ് പറയുകയാണ് പ്ലെയർ എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു പ്ലെയറിൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പ്ലെയർ ഏകദേശം ഇങ്ങനെയല്ലേ ഇരിക്കുക, പ്ലെയറും കത്രിക പോലെയൊക്കെ ഇരിക്കേണ്ടത്. എനിവേസ് പ്ലെയറും കത്രികയൊക്കെ ഇതിലാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൽ നോക്കുകയാണെങ്കിൽ നോക്കി, നമുക്ക് ഫൾക്രം വരുന്നത് സെൻറ്ററിലാണ്. ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലെയർ വർക്ക് ചെയ്യുക. ബലം കൊടുക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് യത്നം വരുന്നത്, ഇവിടെയാണ് ഫൾക്രം നടുക്കാണ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന കീഴ്പ്പെടുത്തുന്ന ബലോ അത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർഡറിന് എക്സാമ്പിൾ. സെക്കൻഡ് ഓർഡർ കണ്ടല്ലോ. ഇനി വേറൊരു കളറിൽ നമുക്ക് തേർഡ് ഓർഡറും കൂടെ ഒന്ന് നോക്കാം. തേർഡ് ഓർഡറിന് ഒരു എക്സാമ്പിളാണ് കേട്ടോ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ചവണ നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ചവണ എന്ന് പറയുന്ന സംഭവം ഇങ്ങനൊരു സംഭവമാണ് അല്ലേ, ചവണ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബലം കൊടുക്കുന്ന ആക്ച്വലി നടുക്കാണ് അല്ലേ. നടുക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ബലം കൊടുക്കുക. നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് എവിടെയാണ്, ഇവിടെയാണ് അല്ലേ. ഇവിടെയാണ് ഫൾക്രം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് ഒരു എക്സാമ്പിൾ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ പൊസിഷനിങ് മറക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിന് എന്ത് പറഞ്ഞു, പ്ലെയർ പറഞ്ഞു അല്ലേ. പ്ലെയർ മനസ്സിലാലോചിക്കുക, അതിൻ്റെ നടുക്കാണ് ഫൾക്രം വരുന്നതെന്ന് മനസ്സിലാക്കുക. ബാക്കി രണ്ടെണ്ണം ഓപ്പോസിറ്റ് സൈഡുകൾ. ദെൻ സെക്കൻഡിന് നമ്മൾ എക്സാമ്പിൾ മനസ്സിലാക്കി എന്താണ്, നാരങ്ങ ഞെക്കി അല്ലേ. നാരങ്ങ ഞെക്കി ഇനിയും ഉണ്ട് കേട്ടോ എക്സാമ്പിൾ. അപ്പോൾ ഒരെണ്ണമെങ്കിലും മനസ്സിലാക്കി വെക്കാൻ പറയുന്നത് അതിൻ്റെ പൊസിഷനിങ് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാരങ്ങ ഞെക്കി മനസ്സിലാക്കി നമ്മൾ എവിടെയാണ് എഫേർട്ട് കൊടുക്കുന്നത്, എവിടെയാണ് എഫേർട്ട് കൊടുക്കുന്നത്, ഫൾക്രം അറ്റത്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നമ്മൾ മനസ്സിൽ വരും അത് ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി തേർഡിൽ എന്താണ്, ചവണ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നടുക്കാണ് നമ്മൾ ആ യത്നം, ആ ഒരു എഫേർട്ട് കൊടുക്കുന്നത് അല്ലെ. ചവണയുടെ നടുക്കല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിങ്, ഈ രോധം, ധാരം, യത്നം എന്ന് പറയുന്നതിൻ്റെ പൊസിഷനിങ് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്, നമ്മുടെ ഇവിടുത്തെ ചോദ്യം രണ്ടാം വർഗ്ഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ചവണ എന്ന് പറയുന്നത് തേർഡ് ഓർഡർ ലിവറാണ്. അപ്പോൾ അതെന്തായാലും വരില്ല. ഇനി നമ്മൾ പ്ലെയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്ലെയർ എന്തിലാണ് വരിക, ഫസ്റ്റ് ഓർഡർ ലിവറാണ്. കാരണം സെൻറ്ററിലാണ് എന്ത് വരിക, ഫൾക്രം വരിക. അപ്പോൾ ഇതും എന്തിൽ വരില്ല, ഇത് ഫസ്റ്റ് ഓർഡറാണ്, സെക്കൻഡ് ഓർഡറിൽ വരില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷനും പോയി. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ് അല്ലേ. ഒന്നും കൂടെ ഇറേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർ ഏതാണ്, നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ. ഇതെല്ലാം തന്നെ ഏതിൽ വരുന്നതാണ്, സെക്കൻഡ് ഓർഡർ ലിവേഴ്സിൽ വരുന്നതാണ്. ഇനിയും എത്രത്തോളം എക്സാമ്പിൾസ് പഠിക്കാമോ അത്രത്തോളം പഠിക്കുക. കാരണം എക്സാമ്പിൾസ് വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അതുപോലെ പൊസിഷനിങ് ഓർക്കാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഓർക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ. ഓക്കെ, 9ാമത്തെ അവസ്ഥയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനിവേസ് ഇതിൽ ടൈപ്പിംഗ് എറേഴ്സ് ഉണ്ടാവും കേട്ടോ, എഗൈൻ പറയുന്നു. അപ്പോൾ അത് എന്നാലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായി പോകും. നോക്കി, ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ 10 സ്റ്റേറ്റ്സ് ഉണ്ട്. ആ 10 സ്റ്റേറ്റ്സും കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു വെച്ചിരിക്കുക. ഈ 9ാമത്തെ അവസ്ഥ എപ്പോഴും ചോദിക്കുന്നതാണ്. 9th സ്റ്റേറ്റ് ഏതാണെന്ന് സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അത് ഏതാണെന്നറിയോ, ജാൻ ടെലർ മെറ്റലാണ്. നമുക്കറിയാവുന്ന ആ ഒരു സ്റ്റേറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് പോവാം. നോക്കി, ഫസ്റ്റ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഷോർട്ട് ഫോംസ് ആണ് എഴുതുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. പ്ലാസ്മ, പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, പിന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ദെൻ ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ, ദെൻ ടൈം ക്രിസ്റ്റൽ, ദെൻ നമ്മൾ ഈ പറഞ്ഞ ജാൻ ടെലർ മെറ്റൽ, ദെൻ ലാസ്റ്റത്തെ എന്താണ്, റിഡ്ബർഗ് പോളറോൺസ്. ഈ സ്റ്റേറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുപോലെ പ്ലാസ്മേനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണം. പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മയൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. പ്ലാസ്മ നമ്മൾ മിന്നൽ വരുമ്പോൾ
അതായത് ഇടിമിന്നലുള്ള സമയത്ത് ദ്രവ്യത്തിൻ്റെ അവസ്ഥ, ഇടിമിന്നലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? പ്ലാസ്മയാണ്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? എന്താണ് ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം മെറ്റലിൻ്റെയും അതുപോലെ നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം കാണിക്കുന്നവയാണ്. ഓക്കെ, മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും ആ ഒരു സ്വഭാവം ഒരുമിച്ച് കാണിക്കുന്നവയാണ് ആര്? ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപലോഹങ്ങളിൽ ആരൊക്കെ വരും എന്നറിയോ? ജസ്റ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ഓക്കെ, അതുപോലെ പൊളോണിയം, ടെലൂറിയം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സമാധാനമായിട്ട് നോക്കാം. നോക്കി, മെറ്റൽ പ്ലസ് നോൺ മെറ്റലിൻ്റെ സ്വഭാവം കാണിക്കുന്നവയല്ലേ? ആക്ച്വലി ഗ്രൂപ്പ് 13 to 16 വരെയുള്ളതിലാണ് ഈ പറയുന്ന ഉപലോഹങ്ങൾ കാണുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോറോൺ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ബോറോൺ കുറച്ച് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറയണേ. ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ഡീറ്റെയിൽ ആയിട്ടുള്ളത് 13 to 16 വരെയുള്ളത് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവയെ ചോദിച്ചിട്ടുള്ളത് ഏതാണെന്നറിയോ? ആൻസർ നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് തന്നെ പോകാം. ഡി ആണ്, ജെർമേനിയം, സിലിക്കൺ. എസ് എന്താണ്? ആഴ്സനിക്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമേ തരുള്ളൂ. ഓക്കെ, ആ ഒരു ഫോമിൽ, അതായത് നമുക്ക് എക്സാക്ട് നെയിംസ് ആയിട്ട് തരണം എന്നില്ല, അതിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമേ തരുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എഴുതുക എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് തരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു അറ്റോമിക് സിമ്പലേ തരുള്ളൂ. ഇപ്പോൾ ബോറോൺ, അതുപോലെ എന്താണ് ആൻറ്റിമണി എസ് ബി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്തിൽ വരും? ഈ പറഞ്ഞ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. അഗൈൻ പറയുന്നു, ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. ഓക്കെ, ഗ്രൂപ്പ് 13 to 16 വരെയുള്ളത് ഒന്ന് റെഫർ ചെയ്ത് വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ നൈട്രസ് ആസിഡിൻ്റെ രാസസൂത്രം ഏത്? എന്താണ് നൈട്രസ് ആസിഡ്? അപ്പോൾ ചിലതിൻ്റെയൊക്കെ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, അതായത് രാസസൂത്രം, അതായത് കെമിക്കൽ ഫോർമുല എന്താണ് ചില കോമ്പൗണ്ട്സിൻ്റെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കി, HNO2, HNO3, NO2, N2O. അപ്പോൾ ഇതിൽ അറിയാവുന്ന ഓപ്ഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അല്ലേ. അപ്പോൾ അതിൽ HNO2 ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് എടുക്കാം. എന്താണ് HNO2? നമ്മുടെ ആൻസർ HNO2 ആണ്. ഓക്കെ, അപ്പോൾ HNO3 എന്താണ്? HNO3 എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ആണ്. ഓക്കെ, നൈട്രിക് ആസിഡ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ദെൻ NO2 എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എന്താണ്? നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നില്ല, നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ്, 2 ഓക്സിജനല്ലേ ഉള്ളത്. ദെൻ N2O അതുപോലെ തന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് NO2, അതായത് NO2 ഉണ്ട്, N2O ഉണ്ട്. ഇത് എപ്പോഴും തന്നിട്ട് ചോദിക്കുന്ന വേറൊരു അതായത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണത്. എന്താണെന്നല്ലേ? അതായത് ഈ N2O എന്ന് പറയുന്നത് ആക്ച്വലി നൈട്രസ് ഓക്സൈഡ് ആണ്. എന്താണ്? നൈട്രസ് ഓക്സൈഡ്, വിച്ച് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതെന്താണ്? ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. എന്നാൽ നമ്മൾ പറയുന്ന ഈ നൈട്രജൻ ഡയോക്സൈഡ് എന്തല്ല? ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അപ്പോൾ ഇത് തന്നിട്ട് ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ N2O എന്താണ്? ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് ആണ് N2O. NO2 എന്താണ്? നൈട്രജൻ ഡയോക്സൈഡ് ആണ്. ഇനി നൈട്രസ് ആസിഡ്, അതായത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? HNO2 എന്നുള്ളതാണ്. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം, സിങ്കിൻ്റെ അയിര് ഏത്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് PYQ ആണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. സിങ്കിൻ്റെ അയിര് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നറിയോ? കലാമിൻ. അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ നോക്കാം. ക്രയോലൈറ്റ് എന്തിൻ്റെയാണെന്നറിയോ? അലൂമിനിയത്തിൻ്റെ അയിരാണ്. ഓക്കെ, ഇനി സിന്നാബാർ എന്തിൻ്റെയാണ്? മെർക്കുറിയുടെയാണ്. ഓക്കെ, മെർക്കുറി. അപ്പോൾ മെർക്കുറിയുടെയാണ് എന്ത്? സിന്നാബാർ. ഇനി അലുമിനിയത്തിൻ്റെ നമുക്ക് എപ്പോഴും അറിയാവുന്ന ഏതാണ്? ബോക്സൈറ്റ് ആണ്. പക്ഷേ ക്രയോലൈറ്റും എന്തിൻ്റെയാണ്? അലുമിനിയത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഇനി അപ്പോൾ നോക്കി, നമ്മളോട് ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലോഹമല്ല ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ ലോഹവും ഉണ്ട്. മെർക്കുറി, ബ്രോമിൻ, ടെക്നീഷ്യം, അലുമിനിയം. മെർക്കുറി നമുക്കറിയാവുന്നതാണ്, എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റലാണ്. അപ്പോൾ അതല്ല നമ്മുടെ ഉത്തരം എന്നറിയാലോ. ഇനി ടെക്നീഷ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ടെക്നീഷ്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട്, അതായത് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹം ഏതാണ്? ടെക്നീഷ്യമാണ്. ഓർക്കാനുള്ള എളുപ്പം എങ്ങനെയാണെന്നറിയോ? ടെക്നിക്കിലൂടെ ഉണ്ടാക്കിയെന്ന് ആലോചിച്ചാൽ മതി. ദെൻ അലുമിനിയം ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണിത്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ ബ്രോമിൻ ആണ്. ഓക്കെ, ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ ആണ്. നെക്സ്റ്റ് ചോദ്യം, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഇതും ഒരു PYQ ആണ്. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ തരും നമുക്ക്. 2n, 2n², n², 2n². അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വച്ചിട്ട് പോകേണ്ട ഒരു ഫോർമുലയാണ് എന്ത്? നമ്മുടെ ആൻസർ എന്താണെന്നറിയോ? 2n². ഒരു അതായത് നമ്മൾ
എന്താണ് ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. ആൻസർ ഏതാണ്? ബി. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി 9ാമത്തെ ചോദ്യം, Mn2O5-ൽ Mnൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ Mn2O5-ൽ Mൻ്റെ അതായത് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലെ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ജനറലി സാധാരണയായിട്ട് ഇപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 എന്നൊക്കെ നമുക്കറിയാം. എല്ലാത്തിലുമല്ല, മോസ്റ്റ് പ്രോബബ്ലി ഓക്സിഡേഷൻ നമ്പർ -2 എന്നറിയാം. എന്താണ് ഒരു ആറ്റം അല്ലെങ്കിൽ എന്താണ് അതിങ്ങനെ ഈ ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്താണ് അത് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ സാധ്യതയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുക, സംയോജകത, അതായത് വാലൻസി എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു രാസസംയോജനത്തിൽ ലഭിക്കുകയോ പങ്കുവെക്കുകയോ അല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത്, ഈ ഓക്സിഡേഷൻ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ എപ്പോഴും എന്താണ് -2 ആണ് മോസ്റ്റ് പ്രോബബ്ലി കാണാറുള്ളത്. ഇനി Mn2O5 നമുക്ക് ഏതിൻ്റെ കാണേണ്ടത്? Mnൻ്റെയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ Mn എത്ര ഇതുണ്ട് നോക്കിയേ. Mnൻ്റെ 2 ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ 2 നമുക്ക് Mnൻ്റെ ഓക്സിഡേഷൻ നമ്പർ അറിയില്ല, പ്ലസ് 5 ഓക്സിജൻ ആറ്റത്തിൻ്റെ 5 -2 = 0. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ, അതായത് ഇങ്ങനെ നമ്മൾ സമ്മ് ചെയ്യുമ്പോൾ, ഓക്കെ, അതായത് ഒരു സംയുക്തത്തിലെ ഈ പറയുന്ന ഘടകമൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ ആകെത്തുക എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് Mnൻ്റെ അറിയില്ല, നമ്മൾ X എന്ന് എടുത്തു. ദെൻ 2 മാംഗനീസ് ആറ്റങ്ങൾ അല്ലെ 2 × X പ്ലസ് ഓക്സിജൻ്റെ എന്താണ് 5. അപ്പോൾ 5 ഓക്സിജൻ ആറ്റം ഇൻറ്റു അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 = 0. ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, X കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ X നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ കിട്ടുക, ചെയ്ത് നോക്കുക, +5 ആയിരിക്കും കിട്ടുക. അപ്പോൾ ചെയ്യേണ്ട ഐഡിയ ഞാൻ എന്തായാലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ +5 ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. തയാമിൻ എന്ന രാസനാമം ഏത് ജീവകത്തിൻ്റെതാണ്? അപ്പോൾ ഓരോ വൈറ്റമിൻസ് പഠിക്കും തോറും അതിൻ്റെ എന്താ പറയുക ഒരു കെമിക്കൽ നെയിമും കൂടെ ഒന്ന് നോക്കി വെച്ച് പോവുക കേട്ടോ. അപ്പോൾ തയാമിൻ എന്ന രാസനാമം ഏത് ജീവകത്തിൻ്റെ? ജീവകം B1-ൻ്റെതാണ്. അപ്പോൾ ബാക്കിയുള്ളതൊന്ന് നോക്കാം. ജീവകം B2-ൻ്റെ എന്താണ് ആ ഒരു കെമിക്കൽ നെയിം? റൈബോഫ്ലേവിൻ. ഓക്കെ, റൈബോഫ്ലേവിൻ തവിടിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ B2 വിറ്റാമിൻ B2 എന്ന് പറയുന്നത്. ദെൻ സിയുടെ നെയിം എന്താണ്? കെമിക്കൽ നെയിം അസ്കോർബിക് ആസിഡ്. ഇതിങ്ങനെ തന്നെ ചോദിക്കും, അസ്കോർബിക് ആസിഡ് ഏത് ജീവകത്തിൻ്റെ രാസനാമമാണെന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ, ദെൻ ഡി എന്താണ്? ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ്. ഓക്കെ, കാൽസിഫെറോൾ ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്തൊരു ജീവകമാണ് എന്ത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. എന്നാൽ വിറ്റാമിൻ സിയോ അത് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ്, ആ ഒരു പ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ജലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കെമിക്കൽ ഫോർമുല H2O അല്ലേ. ഹൈഡ്രജൻ പെറോക്സൈഡോ H2O2. ഇതിൽ രണ്ടിലും ഓക്സിജൻ എന്തുണ്ട്? ഒരു ഓക്സിഡേഷൻ നമ്പർ ഉണ്ട്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നോക്കണം. അതിൽ നമുക്കറിയാവുന്നതിൻ്റെ ഡയറക്റ്റ് നമുക്ക് എടുക്കാം. എന്ത് ചെയ്യാം, ഈ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പറുകൾ അതായത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എടുക്കണം. ആ സമ്മാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ഇതിൽ H2O ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അപ്പോൾ അതറിയില്ലെങ്കിൽ കൂടി Hൻ്റെ ഹൈഡ്രജൻ്റെ മനസ്സിലാക്കി വെച്ചിരിക്കുക എന്താണ്, +1 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നേരത്തെ കണ്ടുപിടിച്ച രീതി വെച്ചിട്ട് ഓക്സിജൻ്റെ കണ്ടെത്താൻ പറ്റും. ഇനി H2O2-ലും ഓക്സിജൻ്റെ അറിയില്ലെങ്കിൽ Hൻ്റെ +1 ആണെന്ന് അറിയാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്സിജൻ്റെ കാണാൻ സാധിക്കും. ഓക്കെ, ഓക്സിജൻ്റെ കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കിയേ, ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 ആണ് കേട്ടോ. അപ്പോൾ ഈ -2 + -1 = -3 എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കുക. എന്ത്, നമ്മളോട് സമ്മല്ലേ ചോദിച്ചിട്ടുള്ളത്, സമ്മിൻ്റെ കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും കൂടി മനസ്സിലാക്കി വെക്കണം. അടുത്ത ചോദ്യം നോക്കിയേ. ടെറ്റനി എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഏതൊക്കെ ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ നോക്കിയേ, ടെറ്റനി എന്നുള്ള രോഗം ബാധിക്കുന്ന ശരീരഭാഗം. ഓപ്ഷൻസ് നോക്കിയേ, തൊണ്ട, പേശി, അസ്ഥി ഇവയൊന്നുമല്ല. ടെറ്റനി ബാധിക്കുന്നത് പേശീനെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഓപ്ഷൻസ് നോക്കിയേ, രക്തസമ്മർദ്ദം, പ്രമേഹം, ക്യാൻസർ ഇവയൊന്നുമല്ല. ഏതാണെന്നറിയോ? രക്തസമ്മർദ്ദമാണ് കേട്ടോ. ഇനി അടുത്ത നോക്കി, രക്തത്തെക്കുറിച്ചുള്ള പഠനം. ഇങ്ങനെയുള്ള ഓരോരോ പഠനം, അതായത് സ്റ്റഡി ഏരിയാസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കി, രക്തത്തെക്കുറിച്ചുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കി, ഹെമറ്റോളജി, ട്രൈക്കോളജി, ഹെപ്പറ്റോളജി ഇവയൊന്നുമല്ല. ഏതാണെന്നറിയോ രക്തത്തെക്കുറിച്ചുള്ളത്?
ഹെമറ്റോളജി. ഇപ്പൊ ബാക്കിയുള്ളതൊന്ന് നോക്കാം. ട്രൈക്കോളജി എന്തിനെ സംബന്ധിച്ചിട്ടുള്ള പഠനമാണെന്നറിയോ? തലമുടി. ഓക്കെ, തലമുടിയാണ് കേട്ടോ. ഇനി ഹെപ്പറ്റോളജി എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് അറിയാമോ? ഹെപ്പറ്റോളജി കരളിനെ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ്. ഓക്കെ, കരളിനെ കുറിച്ചുള്ള പഠനമാണ്. അടുത്ത ചോദ്യം നോക്കി. താഴെ തന്നിട്ടുള്ളവയിൽ ഈഡിസ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇത് ആക്ച്വലി അതായത് മുൻപത്തെ ഒരു ചോദ്യ പേപ്പറിൽ, അതായത് ഫീൽഡ് വർക്കറിന്റെ ഒരു 2021 ഒരു പേപ്പറിലാണ് സാൻഫ്ലൈ പരത്തുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞ കുറെ തന്നിട്ട് നമ്മളോട് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫോർമാറ്റിലാണ് കേട്ടോ ഈ ഒരു ചോദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കി, ഈഡിസ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങൾ ഓപ്ഷൻസ് നോക്കി. ഡെങ്കിപ്പനി, സിക്ക, മഞ്ഞപ്പനി, മുകളിൽ പറഞ്ഞതെല്ലാം. ആക്ച്വലി ആൻസർ ഏതാണെന്നറിയോ? മുകളിൽ പറഞ്ഞത് എല്ലാം എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഫോർമാറ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കേവലം ഒരു രോഗം എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ് ആ ഒരു പരത്തുന്നത്, അതായത് രോഗങ്ങളിൽ ഏതൊക്കെ ഉണ്ട് ആ ഒരു ലിസ്റ്റിൽ എന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യം, ഓസോൺ ശോഷണം ഉണ്ടാക്കുന്ന മേഘങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കി. നാക്രിയസ്, നിംബസ്, സ്ട്രാറ്റസ് ഇവയൊന്നുമല്ല. ആൻസർ ഏതാണെന്നറിയോ? നാക്രിയസ് മേഘങ്ങളാണ്. നാക്രിയസ് മേഘങ്ങളാണ് ഓസോൺ ശോഷണം ഉണ്ടാക്കുന്നത്. ഇനി നിംബസിന്റെ പ്രത്യേകത നമുക്കറിയാലോ, മഴ മേഘങ്ങൾ എന്നാണ് നമ്മൾ നിംബസ് മേഘങ്ങളെ പറയുന്നത് അല്ലെ. ഇനി സ്ട്രാറ്റസ് മേഘങ്ങളുടെ പ്രത്യേകത എന്താ? സ്ട്രാറ്റിഫൈഡ് ആയിട്ട് ലെയറുകളായിട്ട് കാണുന്നത് അല്ലെ. അതെന്താണ് പ്രത്യേകത? ശൈത്യകാല മേഘങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കി. ചന്ദ്രനിൽ നിന്നുമുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം. അപ്പോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്നും സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ എത്താനുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് പോലും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ല, ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് LSGS ഒക്കെ നടന്നല്ലോ, അതിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തന്നിരുന്നത് മിനിറ്റും സെക്കൻഡും ആ ഒരു കോമ്പിനേഷനിലാണ് തന്നത്. അത് 8.2 മിനിറ്റ് ആണ്. ഓക്കെ, സൂര്യനിൽ നിന്നുള്ള ആ ഒരു പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം. അപ്പൊ നമുക്ക് ചന്ദ്രനിലുള്ളതും കൂടെ ഒന്ന് നോക്കിയേക്കാം. എന്താണെന്നറിയോ ഉത്തരം? ആക്ച്വലി നമ്മളിപ്പോ വിക്കിപീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ 1.26 ഒക്കെയാണ് വരിക. എത്രയാണ് സെക്കൻഡുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എക്സാക്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എന്ന് പറയുന്നത് 1.3 സെക്കൻഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ആണ്, മിനിറ്റ് അല്ല. അത് ആലോചിച്ച് വെക്കാം. നമുക്ക് ഓപ്ഷൻസിൽ അങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ തരും. അപ്പൊ 1.26 ആയതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആ ഒരു റേഞ്ച് ആയതുകൊണ്ട് 1.3 എന്നുള്ള രീതിയിൽ പറയാം. നെക്സ്റ്റ് ചോദ്യം, വിഷൂചിക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? ഇപ്പോൾ നമുക്ക് രാജകീയ രോഗം എന്ന് അറിയപ്പെടുന്ന ഏതാ? ഹീമോഫീലിയ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിഷൂചിക എന്ന പേരിൽ അറിയപ്പെടുന്ന, അതിന് ആൻസർ എന്താണെന്നറിയോ? കോളറയാണ്. ഓക്കെ, കോളറയാണ്. ഇനി ബാക്കിയുള്ളതൊന്ന് നോക്കാം. എലിപ്പനി. എലിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു, അതായത് ആ ഒരു രോഗം ഈ ബ്ലാക്ക് ജോണ്ടിസ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ബ്ലാക്ക് ജോണ്ടിസ് കേട്ടോ. അതുപോലെ തന്നെ കുഷ്ഠരോഗം. കുഷ്ഠരോഗത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻസെൻസ് രോഗം. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? കുഷ്ഠരോഗമാണ്. എന്താണ്? ഹാൻസെൻസ് രോഗം. ഓക്കെ, അപ്പൊ അത് മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കി. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് നെഗറ്റീവ് ആണോ? ഇവയൊന്നുമല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ലെൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ലെൻസിന്റെയും മിററിന്റെയും കാര്യങ്ങൾ, അതായത് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? കോൺവെക്സ് എന്ന് പറയുന്നത് ഒരു കൺവെർജിങ് ലെൻസ് ആണ് അല്ലെ. എന്നാൽ കോൺകേവോ ഡൈവെർജിങ് ലെൻസ് ആണ്. എന്നാൽ മിററിന്റെ കാര്യത്തിൽ വരുമ്പോൾ, ഇതിന്റെ മിററുകളുടെ കാര്യത്തിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കാം. എനിവേസ് നമ്മുടെ ചോദ്യം എന്താണ്? ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. അപ്പൊ ആൻസർ എന്താണെന്ന് അറിയോ? കോൺവെക്സിന്റെ പോസിറ്റീവ് ആണ്. എന്നാൽ കോൺകേവിന്റെ എന്താ വരിക? കോൺകേവിന്റെയാണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, ലെൻസിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലെൻസ് ആണോ ചോദിച്ചിട്ടുള്ളത് എന്ന് കൃത്യം മനസ്സിലാക്കാം. മിററിനെ സംബന്ധിച്ചുള്ള വല്ല കാര്യം, അതായത് കൺവെർജിംഗ് ആണോ ഡൈവർജിംഗ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ മിറർ ആണോ ലെൻസ് ആണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദ്യം നോക്കണം. ഇനി അടുത്ത ചോദ്യം, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ഓക്കെ, ജൂൺ 8, 7, 9, 10. അപ്പോൾ ജൂൺ മാസം തന്നെയുള്ള പല പല ഡേറ്റ്സ്, അങ്ങനെയാണല്ലോ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് തരാൻ ചാൻസ്. അപ്പോൾ നോക്കി, ആൻസർ ഏതാണെന്ന് വരിക? ജൂൺ 7 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ സയൻസ് റിലേറ്റഡ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.